Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 13 വെള്ളിയാഴ്ച ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിനെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രതിരോധിക്കുന്നതായി ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇതുവരെ 115 മിസൈലുകളും 191 ഡ്രോണുകളുമാണ് സൈന്യം തകർത്തത്. ഏതു വെല്ലുവിളിയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും രാജ്യം സുരക്ഷിതമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഈ വർഷത്തെ ബഹ്റിനിലെ ഈദ് അൽ ഫിത്തർ നിസ്കാരം രാവിലെ 6 മണിക്ക് നടക്കുമെന്ന് സുന്നി എൻഡോമെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. പ്രധാന പള്ളികളിലും താൽക്കാലിക സൗകര്യമുള്ള പള്ളികളിലും നിസ്കാരം ഉണ്ടായിരിക്കും. എന്നാൽ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇത്തവണ ഈദ്ഗാഹുകൾ ഉണ്ടായിരിക്കില്ല. ബഹ്റിൻ വ്യോമപാത അടച്ച സാഹചര്യത്തിൽ ദമാം വഴി ഇന്ത്യൻ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ചാർട്ടേഡ് വിമാനങ്ങളൊരുക്കി പ്രവാസി സംഘടനകൾ. കേരളീയ സമാജം, ഇന്ത്യൻ ക്ലബ്ബ്, കന്നഡ സംഘ, നവഭാരത് തുടങ്ങിയ സംഘടനകളാണ് ഇതിനായി മുമ്പോട്ട് വന്നത്. ഗൾഫ് എയറുമായി സഹകരിച്ചുള്ള ഈ സർവീസുകളിൽ കൊച്ചി, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുതീർന്നു. റോഡ് മാർഗം ദമാമിലെത്തിച്ചാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നത്. 280 മുതൽ 325 ദിനാർ വരെയാണ് നിരക്ക്. ടിക്കറ്റ് നിരക്ക് സാധാരണയേക്കാൾ കൂടുതലാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസികൾക്ക് ഈ സംവിധാനം വലിയ ആശ്വാസമാകുന്നുണ്ട്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ബഹ്റിനിലെ ഇന്റർനെറ്റ് വേഗതയെ മേഖലയിലെ സാഹചര്യങ്ങൾ ബാധിച്ചെന്ന വാർത്തകൾ ബീനെറ്റ് സിഇഒ അഹമ്മദ് അൽ ദോസരി നിഷേധിച്ചു. ദേശീയ നെറ്റ്വർക്ക് ശേഷിയുടെ 15% മാത്രമാണ് നിലവിൽ ഉപയോഗിക്കുന്നതെന്നും ബാക്കി 85% ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സേവനത്തിന്റെ ഗുണനിലവാരത്തിൽ മാറ്റമില്ലെന്നും ഇന്റർനെറ്റ് വേഗത കുറയാൻ വീടുകളിലെ വയറിംഗ് തകരാറുകളോ വൈഫൈ റൂട്ടുകളുടെ പ്രശ്നങ്ങളോ കാരണമായേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാംസ്കാരിക സമിതിയുടെ സ്നേഹസാന്ത്വനം ചാരിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ അടിയന്തര രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാത്രി 7 മണി മുതൽ 11 മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി. അടിയന്തര സാഹചര്യത്തിൽ രക്തലഭ്യത ഉറപ്പുവരുത്താൻ നടത്തിയ ക്യാമ്പിൽ 25ലധികം സന്നദ്ധ പ്രവർത്തകർ രക്തം നൽകി. സാംസ പ്രസിഡന്റ് റിയാസ് കല്ലമമ്പലം, ട്രഷറർ സുനിൽ നീലഞ്ചേരി, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ വത്സരാജൻ, മുരളീകൃഷ്ണൻ, മനീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്ത് AKCC. സൽമാബാദ്, ആലി, മാമീർ ലേബർ ക്യാമ്പുകളിലാണ് പരിപാടി നടന്നത്. മാമീറിലെ യുണൈറ്റഡ് ഗൾഫ് അസ്വാൾട്ട് ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ബാബു തങ്ങളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. AKCC ഭാരവാഹികളായ പോളി വിധേയത്തിൽ, ജിബി അലക്സ്, മോൻസി മാത്യു, റോബിൻ സെബാസ്റ്റ്യൻ, ജോജി കുര്യൻ, ചാൾസ് ആലുക്ക എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. സൽമാനിയ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനില വഷളായ പ്രവാസി മലയാളിക്ക് നാട്ടിൽ തുടർ ചികിത്സ ഉറപ്പാക്കാൻ വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ഫോറം രംഗത്തെത്തി. സംഘടനയുടെ മുൻ എക്സിക്യൂട്ടീവ് അംഗമായ ഇദ്ദേഹത്തെ വിദഗ്ധ നിർദ്ദേശപ്രകാരം സൗദി വഴി നാട്ടിലേക്ക് യാത്രയാക്കി. മുറിവ് ശുശ്രൂഷ ഉൾപ്പെടെയുള്ള പരിചരണങ്ങൾ നൽകിയതിനൊപ്പം പ്രസിഡന്റ് സിബി കുര്യൻ തോമസ്, സെക്രട്ടറി വിനീഷ് ശിവദാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ ഏകോപിപ്പിച്ചു.
ഉപയോഗയോഗ്യമായ പാഠപുസ്തകങ്ങൾ ശേഖരിച്ച് അർഹരായ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാൻ കുടുംബസൗഹൃദ വേദി ബഹ്റൈൻ ഒരുങ്ങുന്നു. പുസ്തകങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമുള്ളവർക്കും സംഘടനയെ സമീപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 34367281 അല്ലെങ്കിൽ 39232972 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.